ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണീയം 13ാമത്തെ ദശകം വരാഹാവതാരമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം. ദശകം 13. ഹിരണ്യാക്ഷം താവദ്വരദഭവദന്വേഷണപരം ചരന്തം സംവർത്തെ പയസി നിജജങ്കാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമപി നിന്ദം സ്തവ ബലം സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിത നദൻ ക്വാസോ വിധിസമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തമുദഗാത് അഹോ ആരണ്യോയം മൃഗൈതിഹസന്തം മുഹുതരൈർദുരുക്തൈർ വിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസവമുദയുക്താ മൃതവിധൗ ഗദാപാണോ ദൈത്യേ ത്വമപി ഗതീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ കടകടരവോത്കൃഷ്ടവിയതാ രണാലോകോത്സുക്യാൻ മിളതി സുരസംഖ്യേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ ഗതോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമോ ചടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ തദശൂലം കാലപ്രതിമരുഷിദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്ത്വാം സമതനോദ്ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിതദഹനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി മഹാകായസോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദഹൃഷിഭിः ശ്ലാഘിതഹതി തഥാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരനുവന്നധ്വരതനും ത്വചിച്ഛന്തോ രോമസ്വവികുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗവിവദനേ ചോദര ഇടാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദകളദേശേപ്യുപസദ മുനീന്ദ്രൈരിത്യാദിസ്തവനമുപരൈർമോദിതമനാ മഹീയസ്യ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ വരാഹാവതാരം കണ്ടു അല്ലേ? വരാഹത്തിൻ്റെ വരവൊക്കെ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ചെറിയ അങ്കുഷ്ട രൂപത്തിലാണ് വന്നത്. ചെറിയൊരു ജീവിയായിട്ടാണ് വന്നത്. പിന്നീട് അത് അങ്കുഷ്ടമാത്രവ ഒരു ഉൽപ്പതിത പുരസ്താത് അങ്ങനെ മുമ്പിൽ ഇങ്ങോട്ട് വന്നു പതിച്ചു. പിന്നെ നിമിഷം വെച്ച് വലുതായി അത്രയും വലിയ രൂപമായി. അങ്ങനെ ഭൂമി ദേവിയെ രസാതലത്ത് പൊക്കി കണ്ടെന്നോ ഒരു മുത്തങ്ങ പുല്ലിനെ പോലെ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു. ഇവിടെയോ? ഇവിടെ പറയുകയാണ് ഈ ഇതിൻ്റെ എന്താ പറയുക, ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ വേണമെന്ന് പറയാം നമുക്ക് അല്ലേ? ഹിരണ്യാക്ഷം താവത്. ഈ ഹിരണ്യാക്ഷൻ എന്താ ചെയ്ത? ഹിരണ്യാക്ഷനെ താവത് വരദ ഭവത അന്വേഷണപരം, അങ്ങയുടെ വരദ എല്ലാം തരുന്നവനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ ഭവത് അന്വേഷണപരം ചരന്തം സാവർത്തെ. ഇവിടെ വരുണദേവനെ നോക്കിയിട്ട് ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ചെന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ നിനക്ക് ചേരുന്ന ഒരു പ്രതിയോഗിയല്ല, നിനക്ക് പറ്റിയ ആൾ വേറെ ഉണ്ടെന്ന് പറഞ്ഞ് ഭഗവാനിലേക്ക് തിരിച്ചു വിട്ട ആളാണ് വരുണദേവൻ. എന്തായാലും അങ്ങനെ ചരന്തം സാമർത്തെ ചുറ്റിത്തിരിഞ്ഞ് ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് എവിടെത്തി? നിജജംഘാ പരിമിതേ പയസി. വെള്ളത്തിലിങ്ങനെ കാലിൻ്റെ ജംഘ, അതായത് ഞെരിയാണ്ട് അവിടുത്തെ വെള്ളമുള്ളൂ എന്നാണ്. അത്രയും വലിയ ആളാണ് ആര്? ഹിരണ്യാക്ഷൻ. അസുരന്മാരൊക്കെ നാരദൻ രാവണൻ്റെ കഥയൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാം. അപ്പം അങ്ങനെ കപടപടുധിയായിട്ടുള്ള, കപടപടു പറഞ്ഞാൽ ഒരു സൂത്രത്തിൽ കൂടെ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന നാരദമുനി ശനൈഹി ഊചേ അവിടെ മെല്ലെ വന്ന്
ധനുജം അഭിനിന്ദം സ്തവ ബലം. നിന്റെ ഈ ബലത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ. അതുകൊണ്ട് നിന്റെ ഈ ബലം നീ ആരോട് പരാക്രമം കാണിക്കണം? പോരാത്തവൻ്റെ പുറം കയറുക എന്ന് പറയും നാട്ടിൻപുറത്ത്. അതല്ല നീ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതിയും. നോക്ക്, നീ തിരയുന്നത് ഭൂമിദേവിയല്ലേ? ആ ഭൂമിദേവി മായാവിയായിട്ടുള്ള വിഷ്ണു ഭഗവാനാണ് കൊണ്ടുപോയിട്ടുള്ളത് വസുമതി. പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിത നദൻ ക്വാസൗ എവിടെയവൻ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഭഗവാനെ തെരഞ്ഞ് മുനിനാ ദർശിത പഥോ തെരഞ്ഞുകൊണ്ട് ഭവന്തം അങ്ങയെ സംപ്രാപദ്ധരണിധരമുദ്യന്തമുതകാത് തെരഞ്ഞ് അവിടെ എത്തി പാൽക്കടലിൽ അല്ലെ ഭഗവാനെ തെരഞ്ഞ് ആ കടലിൽ മുങ്ങി തപ്പാണ്. അഹോ, അങ്ങനെ വന്നപ്പോഴാണ് ആരണ്യോയം മൃഗൈതിഹസന്തം ബഹുധരേ ദുരുക്തൈ വിദ്യന്തം ദിതിസുതം അവജ്ഞായ ഭഗവൻ. ഒരു കാട്ടുമൃഗമായിട്ടുള്ള ഈ ഭഗവാൻ ഇപ്പോൾ വരാഹാവതാരത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പുച്ഛിക്കുകയാണ് ഈ ഹിരണ്യാക്ഷൻ. അല്ലയോ കാട്ടുമൃഗമേ, വരാഹത്തിനെ പന്നിയെ വിളിക്കുകയാണ്. അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് പോണത്. മഹീം ദൃഷ്ട എവിടെ ഇരിക്കുക ഭൂമിദേവി? ദംഷ്ട്രാശിരസി, ആ ദംഷ്ട്ര മേലിരിക്കുന്ന ഭൂമിദേവിയെ പേടിച്ചു വിറയ്ക്കുന്ന ഭൂമിദേവിയെ കണ്ടിട്ട് പയോധാവാധായ പ്രസവമുത ഇന്ദാമൃതവിധോ ഗതാപാണോ ദൈത്യ ഗതയും കൈ പിടിച്ചുകൊണ്ടുള്ള ഈ ദൈത്യൻ്റെ വരവ് കണ്ട് പേടിച്ചു വിറച്ചിരിക്കുന്ന ഭൂമിദേവി അങ്ങാവട്ടെ എന്ത് ചെയ്തു? ഗൃഹീതോന്നത ഗതോ, ഗതയ്ക്ക് ഗതായുദ്ധം അല്ലെ, മുഷ്ടിക്ക് മുഷ്ടിയുദ്ധം എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഒരു ഗതയ്ക്ക് കൈ പിടിച്ചിട്ട് വന്നു. ഭൂമിദേവിയെ അവിടെ ധരണിധരം സംപ്രാപദ്ധരണിധരം എന്ന് പറഞ്ഞു. നേരത്തെ ഈ ഭൂമിദേവി വറയ്ക്കുന്നത് കണ്ടിട്ട് വൃത്തിയായിട്ട് അവിടെ കൊണ്ടേ ഒരു സ്ഥലത്ത് വെച്ചു ഭൂമിദേവിയെ പേടിക്കണ്ട എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് ഭഗവാൻ ഒരു ഗതയൊക്കെ എടുത്തിട്ട് ഇയാളോട് യുദ്ധത്തിനായിട്ട് വന്നു. ഉന്നതഗതോ നിയുദ്ധേന ക്രീഡൻ കളിച്ചുകൊണ്ട് ഘട രവോത്കൃഷ്ടവിയത. ഗതകന തമ്മിൽ മുട്ടുന്ന ശബ്ദമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഔത്സുക്യം യുദ്ധത്തിന് ഔത്സുക്യമായിട്ടുള്ള ഈ സുരസംഖ്യേ ദ്രുതമമും ഈ അസുരനോട് നേരിടാനായിട്ട് ഭഗവാൻ വന്നു. എപ്പോഴാണ്? നിരുന്ധ്യ സന്ധ്യാത പ്രഥമം ഇതി ധാത്രാ ജഗതിഷേ. ഇവിടെ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അസുരന്മാർക്കൊക്കെ ശക്തി കൂടുന്നതാണ്. അപ്പോൾ അവിടെ യുദ്ധം ചെയ്ത് ഇപ്പം എന്തായി? സന്ധ്യ വരെ എത്തിപ്പോയി. ഗതോന്മർദ്ധേ തസ്മിൻ തവ ഖലു ഗതായാം ദിതിഭുവോ. അങ്ങനെ ഈ ഗതായുദ്ധത്തിൽ ദിതിയുടെ പുത്രനായിട്ടുള്ള ഹിരണ്യാക്ഷനെ ഗത ആഘാത ഭൂമോ ചടിതിപതിതായാം അഹോ. ഹിരണ്യാക്ഷൻ്റെ ഗതപ്രയോഗം കൊണ്ട് ഭഗവാൻ ഭൂമിയിലൊന്ന് വീണ് കാണിച്ചു കൊടുത്തു എന്നാണ്. ആ വീണ് കണ്ടപ്പോൾ ഒന്ന് തൻ്റെ ശത്രു ഒന്ന് ജയിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ലീലയാ വീണത്. അത് കണ്ടപ്പോൾ അയ്യോ നിന്നെയൊക്കെ എനിക്ക് ഇത്ര ഉള്ളൂ എന്നുള്ള ഭാവത്തിൽ ചിരിച്ചു. മൃദുസ്മേരാസ്യസ്തു, ഇത് കണ്ടിട്ട് മൃദുസ്മേര ഒരു പുഞ്ചിരിയോടുകൂടെ. ഭഗവാന് പലതരം പുഞ്ചിരി ഉണ്ടല്ലേ, നമ്മൾ കാണാറില്ലേ? ആ ധനുജകുലത്തിനെ തന്നെ നിർമൂലനം ചെയ്യണം എന്നുള്ള ഭാവത്തോടു കൂടെ മഹാചക്രം സ്മൃത്വ സുദർശന ചക്രത്തിനെ കയ്യിലെടുത്തു. ഇവിടെ നമ്മൾ താത്വികമായിട്ട് ചിന്തിക്കണം. ചക്രം പറഞ്ഞ സുദർശനം, നല്ല ദർശനത്തോടു കൂടിയാണ് ഈ അസുരന്മാരെ ഇല്ലാതാക്കുന്നത്. സ്മൃത്വ കരഭുവിധാനോരൊരു ശിഷേ, കരത്തിൽ അങ്ങനെ സ്മരിച്ചതും അവിടെ വന്നു ചേർന്നു. തഥ ശൂലം കാലപ്രതി മരുഷി ദൈത്യയെ വിസർജതി. അങ്ങനെ ശൂലം കൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് എറിഞ്ഞ ഈ ദൈത്യനെ ത്വയി അങ്ങ് ചിന്തത്യേന കരകലിത ചക്രം കൊണ്ട് ആ ശൂലത്തിനൊക്കെ പ്രഹരിച്ചു എന്നാണ്. സമാരുഷ്ടോ മുഷ്ട്യാസകല വിദുതം സ്ഥാസമനം. അങ്ങനെ ഗത പോയപ്പോൾ അതേപോലെ ശൂലവും ചക്രമൊക്കെ പോയപ്പോൾ കൈകൊണ്ടായി ഗളൻ മായാസ്ത്രീകിര ജഗന്മോഹനകരി. അങ്ങ് യുദ്ധമായാലും എന്തായാലും മോഹിപ്പിക്കാൻ അങ്ങയെ കഴിഞ്ഞിട്ടേ വേറെ ആരെങ്കിലും ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ യുദ്ധത്തിൽ മോഹിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു. ഭവചക്രജ്യോതിഷ്കണ ലവനിപാതേന വിദുതേ തതോ മായ ചക്രേ വിദതഘന രോഷാന്ധ മനസ്സം. ഇവിടെ യുദ്ധം അങ്ങനെ മൂത്ത് വരുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആർക്ക്? അസുരൻ ഹിരണ്യാക്ഷൻ. ഗരിഷ്ഠാഭിർ മുഷ്ടിപ്രകൃതിഭിർ അഭിഘ്നന്തം അസുരം. കയ്യിൽ നിന്ന് ആയുധങ്ങളൊക്കെ പോയി മുഷ്ടി യുദ്ധമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക സ്വപാദാങ്കുഷ്ടേന കാലുകൊണ്ട് ശ്രവണപദമൂലേ നിരവധി. ഈ അസുരൻ്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് നിരവധി തവണ അങ്ങോട്ട് അടിച്ചു എന്നാണ് അല്ലേ. നിരവധി ശ്രവണപദമൂലേ നിരവധി കാലുകൊണ്ട്. പന്നിയുടെ കാലുകൊണ്ടൊക്കെ അടികിട്ടി അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ചറിയാം അല്ലേ. അങ്ങനെ ഭാഗവതത്തിൽ കൈകൊണ്ടാന്നൊക്കെ പറയും. എന്തായാലും ഈ നാൽക്കാലികളുടെ ഇവിടെ ഒരു വ്യാഖ്യാനത്തിലൊക്കെ പറയുന്ന ആചാര്യന്മാരെ കയ്യും കാലായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അവർ നടക്കുക 4 കാലം കൊണ്ടല്ലേ. അതുകൊണ്ട് കൈകൊണ്ടടിച്ചാലും കാലുകൊണ്ടടിച്ചാലും ഫലം എന്താന്ന് നോക്കിയാൽ നീലേ. അങ്ങനെ ആ മഹാകായനായിട്ടുള്ള അദ്ദേഹം
ഹാ കായസ്തോയം തവ ചരണപാദപ്രമദിതോ കളദ്രക്തോ വക്രാദപത് ഋഷിഭിശ്ലാഘിതവതി തത് ആത്വാമുദ്വാമപ്രമദഫല വിദ്യോതിഹൃദയാ മുനീന്ദ്ര സാന്ദ്രാഭിസ്തുതിവിരനുവന്നധ്വരതനും. അങ്ങനെ മുഷ്ടിപ്രഹരണം കൊണ്ട് വീണു, ചെവിക്കുറ്റിക്ക് അടി കിട്ടിയ ചെന്നിക്കെന്നാണ് കൊടുത്താൽ മതി പറയും പണ്ട് അല്ലേ. ചെവിക്കുറ്റി നോക്കിയിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി തെളിയുന്നതാണ്. നമ്മൾ എത്തോടുമ്പോഴൊക്കെ ചെവിയിലല്ലേ പിടിച്ചിട്ട് നല്ലോണം എത്തോടുക. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ ഗീതാ ക്ലാസ്സിനൊക്കെ എങ്ങനെ എത്തോടുകയാണ്. നമ്മളെ പോലുള്ളവർക്കൊക്കെ കുമ്പിടാൻ ബുദ്ധിമുട്ടാവും വയസ്സായവർക്കൊക്കെ. പക്ഷെ അങ്ങനെ വേണം ഏത്തോടാനായിട്ട് എന്നാണ് പറയുക. എന്തായാലും ഇവിടെ ചെവിക്കടി കിട്ടിയതും ഇയാൾക്ക് ബുദ്ധി തെളിഞ്ഞു. അങ്ങനെ ഇത് കണ്ടിട്ട് മുനിമാരൊക്കെ വിദ്യോതിത ഹൃദയ സ്തുതിഭിരനുവന്നധ്വരതം സ്തുതിക്കാൻ തുടങ്ങിയെന്നാണ് ഭഗവാനെ. ത്വജി ഛന്തോ രോമസ്വഭി കുശഗണശ്ചക്ഷുഷികൃതം ചതുർഹോതാരോങ്ക്രോ സൃഗഭി വദനേ ചോദര ഇടാ. ഭഗവാൻ അതായത് ഈ യജ്ഞവരാഹമൂർത്തിയുടെ എല്ലാ അവയവങ്ങളും ഒക്കെ യജ്ഞവരാഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഒരു പന്നിയല്ല, യജ്ഞവരാഹമൂർത്തി. അദ്ദേഹത്തിൻ്റെ എല്ലാ കണ്ണ് തൊട്ടിട്ട് എല്ലാം പറയുന്നുണ്ട് ഇവിടെ. രോമം എന്താണ്, ദർഭപുല്ലാണ്, കണ്ണുകളൊക്കെ അതായത് നെയ്യാക്കുന്ന പാത്രം പോലെ എന്നൊക്കെ ഓരോ അവയവങ്ങളെയും പറയുന്നുണ്ട്. ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. സൃക്ക്, സ്രുവം തുടങ്ങിയിട്ടുള്ള ഓരോ അവയവങ്ങളെയും ഓരോന്നായി പറയുന്നുണ്ട്. യജ്ഞത്തിന് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയൊക്കെ അവിടെ പറഞ്ഞു. നമുക്ക് പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം പോയി ദർശിച്ചവർക്ക് മനസ്സിലാവും. അവിടെ ഭഗവാന്റെ വലിയ വരാഹമൂർത്തി അവതാരം നമുക്ക് കാണാം. ഭഗവാനെ ഭജിക്കാനായിട്ട് നല്ല അമ്പലമാണ്, പോണ്ടതാണ് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ. ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേച്ച ചമസാ വിഭോ സോമോ വീര്യം. അതായത് യജ്ഞത്തിനുപയോഗിക്കുന്ന സോമരസം അതൊക്കെ ആരുടെ, അങ്ങയുടെ വീര്യത്തിന് അതായിട്ടും വരം തരാൻ റെഡിയായിരിക്കുന്ന ഭഗവനെ കർണത്തിനെ പറയുന്നുണ്ട്, ജിഹ്വയെ പറയുന്നുണ്ട്. ഒക്കെ ഓരോ യജ്ഞത്തിനുപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഗളദേശേപി ഉപസദ, അങ്ങനെ ഓരോ അവയവങ്ങളെ പറഞ്ഞ യജ്ഞവരാഹമൂർത്തി അവിടെ സ്തുതിച്ചു. 9ാമത്തെ ശ്ലോകത്തോജി ഛന്തോ, ഛന്ദസ്സാണ്. രോമസ്വവി കുശഗണശ്ചക്ഷുഷികൃതം, രോമം എന്തായിട്ടാണ്, ദർഭപുല്ലായിട്ട്. ചക്ഷുഷി, കണ്ണുകളിലൊക്കെ കൃതം, നെയ്യ് ഒഴിക്കണ പാത്രം പോലെ. ചതുർഹോതാരോങ്ക്രോ, 4 കാലുകൾ. ചതുർഹോതാക്കളായിട്ട്, ഹോതാക്കൾ 4 പേരുണ്ടാവുമല്ലോ യജ്ഞം ചെയ്യുമ്പോൾ, അതാണ് ഈ 4 അംഘ്രികളെയും പറയുന്നത്. സൃക്ക്, സ്രുവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പാത്രങ്ങൾ. സൃഗ്, അഭി, വദനെ, മുഖം. ചോ, ഉദര, ഇട, ഉദരം, അതൊക്കെ ഇട. അങ്ങനെയുള്ള ഓരോന്നിനെയും ഓരോ യജ്ഞപാത്രങ്ങളായി പറഞ്ഞുകൊണ്ട് ഗ്രഹ ജിഹ്വായാം തേ പരപുരുഷ കർണേച്ച ചമസ, കണ്ണുകളും ചെവികളും നാക്കും എല്ലാം പറഞ്ഞു. അങ്ങനെയുള്ള വിഭോ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആ യജ്ഞവരാഹമൂർത്തി ഇവിടെ വിസ്തരിച്ച് സ്തുതിച്ചു. എന്നിട്ടോ മുനീന്ദ്രൈഹി, ആരത് സ്തുതിച്ചത്, മഹർഷിമാരെ. ഇത്യാദി സ്തവനമുഖരേ മോദിതമന, സന്തോഷത്തോടു കൂടിയിട്ട് ഇവർ സ്തുതിച്ചു. മഹീയസ്യാമൂർത്തിയ വിമലതരകീർത്തിയാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരി മധുരിപോ. അങ്ങനെ ഓരോ തരത്തിൽ ലീലകളാടിയിട്ടുള്ള മധുവിനും കൈടവനും ഒക്കെ രിപു പറഞ്ഞാൽ ശത്രുവായിരിക്കുന്ന അങ്ങ് നിരുന്ധ്യാരോഗമേ, ഒടുക്കം പണ്ട് തൻ്റെ കാര്യം പറഞ്ഞു. നിരുന്ധ്യ, എന്നിലേക്ക് വരുന്ന രോഗങ്ങളെയൊക്കെ തടയോ മേ, എൻ്റെ അസുഖങ്ങളെയൊക്കെ ഇല്ലാതേക്കോ. സകലം, എല്ലാ അസുഖങ്ങളും ഇല്ലാതേക്കോ. സകലം അഭി വാതാലേപതേ, സകലം അഭി പറഞ്ഞ് ഉറപ്പിക്കുക. എൻ്റെ ഉള്ളിലും പുറത്തുള്ള എൻ്റെ മതമാത്സര്യങ്ങളെയും എൻ്റെ ഉള്ളിലുള്ള അസുഖങ്ങളെയും പുറത്ത് ശരീരത്തിലുള്ള അസുഖങ്ങളെയൊക്കെ ഇല്ലാതേക്കോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യജ്ഞവരാഹമൂർത്തിയെ നമസ്കരിക്കുന്നത്. ഭട്ടതിരിപ്പാട് നമുക്കും അതിനോടുകൂടി ചേർന്ന് നമുക്കും ഭഗവാനെ നമസ്കരിക്കാം. ഇത് ഭക്തന്മാരുടെയും ഭഗവാന്റെയും പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും നമ്മൾ വൈശാഖ മാസമായിട്ട് എല്ലാ ദിവസവും ഭാഗവതവും നാരായണീയവും ഭഗവത്ഗീതയൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ ശ്രമിക്കുക. എല്ലാവരും ആ ഭഗവത് പാദത്തിൽ നമ്മളെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.